നമസ്കാരം, ജനക്ഷേമത്തിലേക്ക് സ്വാഗതം. രാജ്യത്ത് കിഴങ്ങുവർഗ്ഗ വിളകളെക്കുറിച്ചുള്ള ഗവേഷണം കാര്യക്ഷമമാക്കുന്നതിനാണ് കേന്ദ്ര കിഴങ്ങുവർഗ്ഗ വിള ഗവേഷണ കേന്ദ്രം അഥവാ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ കീഴിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കിഴങ്ങുവർഗ്ഗ വിളകളെക്കുറിച്ചുള്ള സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിനും അവ ജനകീയമാക്കുന്നതിനുമായി തിരുവനന്തപുരം ശ്രീകാര്യത്ത് പ്രവർത്തിച്ചു വരുന്ന സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചാണ് ഇന്നത്തെ ജനക്ഷേമം പരിശോധിക്കുന്നത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം 1963 നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥാപിതമായത്. അതിനുശേഷം കഴിഞ്ഞ 62 വർഷമായി CTCRI നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷണ ഫലങ്ങളുടെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞാൽ പ്രധാനമായി കഴിഞ്ഞ 60 വർഷത്തിലധികമായി നമ്മളുടെ രാജ്യത്തെ കിഴങ്ങ് വിളകളുടെ ഉൽപ്പാദനം 30 ലക്ഷം ടണ്ണിൽ നിന്നും 100 ലക്ഷം ടണ്ണായി ഉയരുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു വിലയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6000 കോടി രൂപയിൽ നിന്നും അത് 20,000 കോടി രൂപയാകുകയും 75 മില്യൺ മാൻ ഡേയ്സ് ലേബർ തൊഴിൽ ദിനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ മേഖലയാണ് കിഴങ്ങ് വിളകളുടെ കാർഷിക മൂല്യവർദ്ധിത രംഗം എന്ന് പറയുന്നത്. ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന CTCRI കർഷകരുടെ ക്ഷേമത്തിനായും കർഷകരുടെ ജീവനോപാധി ശാക്തീകരിക്കുന്നതിനുമായി അതിൻ്റെ വിവിധ മേഖലകളിലാണ് ഗവേഷണം നടത്തുന്നത്. നമ്മുടെ രാജ്യത്ത് കിഴങ്ങ് വിളകളുടെ ഒരു ജനിതക ശേഖരം 5300ഓളം, ഏറ്റവും വലിയൊരു സംഖ്യയാണ്. 5300ഓളം ജനിതക ശേഖരം നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഞങ്ങൾ നടത്തി വരുന്നു. നമുക്കറിയാമല്ലോ, കിഴങ്ങ് വർഗ്ഗ വിളകളുടെ ഉൽപ്പാദനക്ഷമത വളരെ കൂടുതലാണ്. നമ്മുടെ നെല്ല്, ഗോതമ്പ് അങ്ങനെയുള്ള വിളകളുമായിട്ട് നോക്കുമ്പോൾ ഇതിന് ഏകദേശം ഒരു 40 മുതൽ 50 ടൺ വരെ ഉൽപ്പാദനമുണ്ട് ഒരു ഹെക്ടറിൽ നിന്ന് നോക്കുവാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് എത്രത്തോളം മൂലകങ്ങൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സാധാരണ കൃഷിക്കാർക്ക് നമ്മൾ അഡ്വൈസ് കൊടുക്കുമ്പോൾ നമ്മൾ പറയും വളം ചെയ്യണം. നമ്മുടെ എക്സ്പീരിയൻസ് ഇവിടുത്തെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വളം ചെയ്യുന്നതിനനുസരിച്ച് വിളവ് തരുന്നതാണ് കിഴങ്ങ് വർഗ്ഗ വിളകൾ. കഴിഞ്ഞ 62 വർഷമായി CTCRI വിവിധ കിഴങ്ങ് വിളകളുടെ 77 ഇനങ്ങൾ പുറത്തിറക്കുകയുണ്ടായിട്ടുണ്ട്. വിവിധ കിഴങ്ങ് വിളകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും മുഖ്യമായിട്ട് നമ്മുടെ രാജ്യത്തെ ഉഷ്ണമേഖലാ കിഴങ്ങ് വിളകൾ എന്ന് പറയുന്നത് മരച്ചീനിയാണ് ഒന്നാം സ്ഥാനത്ത്. അതിൻ്റെ വിസ്തൃതിയിലും ഉൽപ്പാദനം വെച്ച് നോക്കിയാലും ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദനമാണ്. അത് കഴിഞ്ഞാൽ മധുരക്കിഴങ്ങ്. നമ്മുടെ സംസ്ഥാനത്ത് മധുരക്കിഴങ്ങ് അധികം കൃഷി ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ രാജ്യത്ത് മൊത്തമായി നോക്കിക്കഴിഞ്ഞാൽ 1,10,000-ഓളം ഹെക്ടർ സ്ഥലത്ത് മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുന്നു. 1,70,000 ഹെക്ടർ സ്ഥലത്തോളം മരച്ചീനിയും കൃഷി ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടാതെ ചേന, ചേമ്പ്, കാച്ചിൽ, കൂർക്ക, കൂവ ഇങ്ങനെ ഒരു 15-20ഓളം ഇനങ്ങളുടെ ഒരു ഗ്രൂപ്പിനാണ് നമ്മൾ ഉഷ്ണമേഖല കിഴങ്ങു വിളകൾ എന്ന് പറയുന്നത്. CTCRI വിത്തുൽപാദനത്തിനായിട്ട് ഒരു പ്രത്യേക ഒരു വിഭാഗം തന്നെ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റ് പ്രവർത്തിക്കുകയും അവർ ധാരാളം പുതിയ സാങ്കേതിക വിദ്യകൾ സീഡ് പ്രൊഡക്ഷനായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. സീഡ് വില്ലേജ്, വിത്തുഗ്രാമങ്ങളും ഡീസെൻട്രലൈസ്ഡ് സീഡ് മൾട്ടിപ്ലയേഴ്സ്, വികേന്ദ്രീകൃത വിത്തുൽപാദകരും. നമുക്ക് നെല്ല്, ഗോതമ്പ് അങ്ങനെയുള്ള ധാന്യ വിളകൾക്കൊക്കെ തന്നെ ഒരു ഫോർമൽ സീഡ് സിസ്റ്റമുണ്ട്. പക്ഷേ കിഴങ്ങ് വിളകൾക്കൊന്നും നമ്മുടെ രാജ്യത്ത് ഒരു ഫോർമൽ സീഡ് സിസ്റ്റമില്ല. അതുകൊണ്ട് CTCRI അടുത്ത കാലത്ത് കണ്ടുപിടിച്ച ഒരു പുതിയ മോഡലാണ് ഈ സീഡ് വില്ലേജ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്താകമാനം 20 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്ത വിത്തുഗ്രാമങ്ങൾ കണ്ടുപിടിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള കർഷകർക്ക് CTCRIയിൽ നിന്ന് തന്നെ അതിൻ്റെ ന്യൂക്ലിയസ് വിത്ത് കൊടുത്ത് അവരെ കൊണ്ട് അത് ഉൽപ്പാദിപ്പിച്ച് അവരിൽ നിന്നും കളക്ട് ചെയ്ത് വീണ്ടും അടുത്ത വർഷം മറ്റ് കർഷകരിൽ എത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അതുവഴി ധാരാളം കിഴങ്ങ് വിളകളുടെ ഏരിയ വർദ്ധിപ്പിക്കുക. മറ്റ് പല ഭക്ഷ്യവിളകളിൽ നിന്നും വ്യത്യസ്തമായി കിഴങ്ങ് വിളകളെ അറിയപ്പെടുന്നത് ഫ്യൂച്ചർ സ്മാർട്ട് ഗ്രൂപ്പ് ഓഫ് ക്രോപ്സ് എന്നാണ്.
അതിന് പ്രധാനപ്പെട്ട കാരണം കിഴങ്ങ് വിളകളുടെ ചില പ്രത്യേക കഴിവുകളുണ്ട്. കിഴങ്ങ് വിളകൾക്ക് അവയുടെ ഉൽപ്പാദന ഈൽഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും, അതായത് അതിന് വിളവിനുള്ള അതിൻ്റെ ശേഷി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. മരച്ചീനിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ഹെക്ടറിൽ നിന്ന് 100 ടൺസ് വരെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം, അതാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ ഈൽഡ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇന്ന് 37 ടണ്ണാണ് ഒരു ഹെക്ടറിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ വലിയ ഈൽഡ് സാധ്യതകളുണ്ട്. രണ്ടാമതായിട്ട് കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കാനുള്ള കഴിവ് കിഴങ്ങ് വിളകൾക്കുണ്ട്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭാവി ഒരു ഫ്യൂച്ചർ സ്മാർട്ട് ക്രോപ്പായിട്ട് ലോകം മൊത്തം കാണുന്ന പ്രധാനപ്പെട്ട വിളകളാണ് മരച്ചീനിയും കാച്ചിലും ഒക്കെ തന്നെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ഈ കിഴങ്ങ് വിളകൾക്ക് അടുത്ത കാലത്ത് പല പുതിയ രോഗങ്ങളും കീടങ്ങളും വരുന്നുണ്ട്. അത് മറ്റൊരു വലിയ പ്രശ്നമാണ്. കാരണം കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്നതോടൊപ്പം പുതിയ രോഗങ്ങൾ കീടങ്ങൾ വരുന്നത് ഒരു സാധാരണമാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മരച്ചീനിയെ ഇന്ന് വളരെ ഗൗരവത്തോടുകൂടി ബാധിക്കുന്ന ഒരു കിഴങ്ങ് തണ്ട് വേര് ചീയൽ രോഗമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ 3-4 വർഷമായി CTCRA അതിനെപ്പറ്റി വളരെ ഡീപ്പായിട്ടുള്ള പഠനം നടത്തുകയും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. At the Division of Crop Protection, we deal with pest diseases problems and nematode problems in tropical tuber crops. And in this regard, we work on developing the strategies for management as well as identifying and characterizing these causal organisms at these divisions. Mainly, we work on viral diseases and problems. In that regards, we have developed a series of diagnostic kit which can be easily applicable in the field condition to identify the viruses which causes things. Apart from that, we have developed a array number of products like Nanma, Menma, Shreya and different diagnostic kits for identification, as well as the biological control management like trichoderma based products and then endophytic bacteria products like Stijala, Stidara and in the 3 different formulations like powder, biocapsule as well as in liquid formulation, which can be easily applied in the field condition for managing the pest and disease problems, especially using the organic type of management. സസ്യ സംരക്ഷണ വിഭാഗം, അതായത് രോഗ കീട നിമാവിരകൾ ഇവയെ കുറിച്ചുള്ള പഠനം, ഇവയെ നിയന്ത്രണ മാർഗങ്ങൾ വികസിപ്പിക്കൽ, ഇതാണ് ഞങ്ങളുടെ വിഭാഗത്തിൻ്റെ പ്രധാന കർമ്മങ്ങൾ. ഏത് രോഗാണുവാണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞതിന് ശേഷം പിന്നെ അതായത് കൺവെൻഷനലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങളും നൂതന വിദ്യകളും ഉപയോഗിച്ച് ഇവയെല്ലാം ഇതിന് എത്ര തരം ഫലപ്രദമാണെന്ന് നോക്കും. അതിനുശേഷം ഇവയെല്ലാം സംയോജിപ്പിച്ച് ഒരു രീതി ഉണ്ടാക്കി ആദ്യം നമ്മുടെ തന്നെ അതായത് നമ്മുടെ ഫീൽഡിൽ തന്നെ ആദ്യം ടെസ്റ്റ് ചെയ്തതിന് ശേഷം കർഷകർക്ക് കൊടുക്കുകയും അവരുടെ ഫീൽഡിലും അതായത് അതും നല്ലതായിട്ട് ഫലപ്രദമാണെന്ന് തെളിയിക്കുന്നു. ഇതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്ന കർമ്മങ്ങൾ, ഇതെല്ലാമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് റീജനറേറ്റീവ് ഫാമിങ്ങിനാണ്. പുനരുൽപാദന കൃഷി എന്ന് പറയും. നമുക്കറിയാം, നമ്മുടെ ഗ്രീൻ റവല്യൂഷന് ശേഷം ഉണ്ടായ കാർഷിക വിപ്ലവം പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ മേഖലകളിലൊക്കെ അസന്തുലിതമായ രാസവള പ്രയോഗങ്ങളുടെയും കീടനാശിനികളുടെയും ഒക്കെ ഉപയോഗത്തിൻ്റെ ഫലമായി ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ 10-15 വർഷമായി CTCRA ജൈവ കൃഷിയിലും പ്രകൃതി കൃഷി രീതികളിലും വളരെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും അതിൻ്റെ പഠനങ്ങൾ ധാരാളം നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ഓർഗാനിക് ഫാമിംഗ് പാക്കേജസ് എല്ലാ കിഴങ്ങ് വിളകൾക്കും CTCRA വികസിപ്പിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് കാർബണിൻ്റെ ബഹിർഗമനം അന്തരീക്ഷത്തിലേക്ക് ഉണ്ടാകുന്നത് വളരെ കുറയ്ക്കാൻ സാധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. നമുക്ക് പുറത്തുനിന്നുള്ള രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് വളരെ കുറയ്ക്കാൻ സാധിക്കുന്നു. ഇതെല്ലാം പുനരുൽപാദന കൃഷിയുടെ പ്രധാനപ്പെട്ട ചില ഗുണങ്ങളാണ്. ഇക്കോസിസ്റ്റം സർവീസസ് എന്ന് പറയും. നമ്മൾ മണ്ണിനെ നന്നായിട്ട് പരിരക്ഷിച്ചാൽ മണ്ണ് ചെടികൾക്ക് വളം നൽകുന്നതിലുപരിയായിട്ട് മറ്റു പല സൗകര്യങ്ങൾ മനുഷ്യന് ചെയ്തു തരും. നല്ല ശുദ്ധമായ വെള്ളം കിട്ടണമെങ്കിൽ ശുദ്ധമായ മണ്ണ് വേണം. അങ്ങനെ പല കാര്യങ്ങളും, മണ്ണ് ഒലിച്ചു പോകത്തില്ല, മണ്ണിൻ്റെ ഘടന, ഇതെല്ലാം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും ഓർഗാനിക് ഫാമിങ്ങിൽ. അപ്പോൾ ഇതെല്ലാം ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓർഗാനിക് ഫാമിംഗ്, നാച്ചുറൽ ഫാമിങ്ങിലൊക്കെ CTCRA വളരെയധികം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്ന ഉൽപാദന പരിപാലന മാർഗങ്ങൾ CTCRAയിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമായ ക്രോപ്പ് പ്രൊഡക്ഷൻ്റെ സംഭാവനകളാണ്. ആദ്യമായി
കാർഷിക കാലാവസ്ഥാ മേഖലകൾക്ക് അനുസൃതമായിട്ടുള്ള ശാസ്ത്രീയ കൃഷിരീതികൾ വിവിധ കിഴങ്ങുവിളകളിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സുസ്ഥിരമായ വിത്ത് സമ്പ്രദായമാണ്. പ്രത്യേകിച്ച് മരിച്ചീനി, ചേന, കാച്ചിൽ ഇതിനൊക്കെ ശാസ്ത്രീയമായി ആവിഷ്കരിച്ചിട്ടുള്ള പരമ്പരാഗതമായി നടപ്പിലാക്കി വരുന്ന മിനിസെറ്റ് ടെക്നോളജിയിൽ ചെറിയൊരു മാറ്റം വരുത്തി പ്രോട്രേ വഴി കൂടുതൽ വിപുലീകരിച്ച് കർഷകർക്കായി വിതരണം ചെയ്തു വരുന്നു. വിവിധ തരം വിള സമ്പ്രദായ മോഡലുകളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടത് തെങ്ങ്, കമുക്, വാഴ, റബ്ബർ, കാപ്പി, മാവ്, സപ്പോട്ട എന്നീ വിളകളുടെ ഇടയിൽ ഇടവിളയായിട്ടും സമ്മിശ്ര വിളയായിട്ടും മരിച്ചീനി, ചേന, കാച്ചിൽ, പാൽച്ചേമ്പ്, കൂവ എന്നിവയെ ഉൾപ്പെടുത്താമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നെല്ല് അധിഷ്ഠിത വിള സമ്പ്രദായങ്ങളാണ്. ഒരു വിള നെല്ലോ 2 വിള നെല്ലോ കഴിഞ്ഞ് ഇതുപോലെ ഹ്രസ്വകാല മരിച്ചീനി, മധുരക്കിഴങ്ങ്, ചേമ്പ്, കൂർക്ക ഇവയും നമുക്ക് ഉൾപ്പെടുത്താം. ഇനി കിഴങ്ങുവിള അധിഷ്ഠിത കൃഷി സമ്പ്രദായങ്ങളും ഉണ്ട്. അതിൽ വളരെ ഹ്രസ്വകാല വിളകളായ പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, അതുപോലെ ധാന്യങ്ങൾ ഇവയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അഖിലേന്ത്യാ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്റ്റിന്റെ ഭാഗമായി ഭക്ഷ്യയോഗ്യമായ ഉഷ്ണമേഖലാ കിഴങ്ങുവർഗ്ഗ വിളകളെക്കുറിച്ച് ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവർഗ്ഗ വിള ഗവേഷണ കേന്ദ്രം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രായോഗിക അടിസ്ഥാന ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. കിഴങ്ങുവർഗ്ഗ വിളകളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ ഈ ദേശീയ സ്ഥാപനം ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഏറ്റവും അവസാനമായിട്ടുള്ള ഞങ്ങളുടെ ഒരു പ്രധാന വിഭാഗം എന്ന് പറയുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഒരു ഗവേഷണമാണ്. അത് വളരെ പ്രസിദ്ധമാണ്. CTCRIയിൽ കിഴങ്ങ് വിളകളിൽ നിന്നും നമ്മൾ ഏതൊരു കർഷകനും ഒരു കൃഷി ചെയ്ത് അവൻ്റെ വിളവായി വിൽക്കുന്നതിലും പകരമായി അതിനെ മൂല്യവർദ്ധനവ് നടത്തി നമുക്ക് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചാൽ കർഷകൻ്റെ വരുമാനം വളരെയധികം കൂടുന്നതായി CTCRIയുടെ ഗവേഷണങ്ങളും പഠനങ്ങളും കർഷകരിൽ എത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടെക്നോ ഇൻക്യുബേഷൻ സെൻ്ററുണ്ട്, ഒരു അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററുണ്ട്, സ്റ്റാർട്ടപ്പുകൾ, ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ, ഇങ്ങനെ ഇവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അവരെയെല്ലാം ശാക്തീകരിക്കുന്നതിനായിട്ട് ഇവിടെ പരിശീലനങ്ങൾ കൊടുക്കും. കിഴങ്ങുമായി എത്തിക്കഴിഞ്ഞാൽ അവസാനം അതിനെ ഉൽപ്പന്നങ്ങളാക്കി പാക്ക് ചെയ്ത് FSSAI ലൈസൻസും ഞങ്ങൾക്കുള്ളത് കാരണം താൽക്കാലികമായി ആ ലൈസൻസിൽ ഈ ഇവിടെ എത്തുന്ന കർഷക ഗ്രൂപ്പുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ പേരിൽ മാർക്കറ്റിലെത്തിച്ച് പഠനം നടത്തി നോക്കാം. അത് വിജയിക്കുകയാണെങ്കിൽ അവർക്ക് വ്യാവസായികമായി മുന്നോട്ട് പോവുകയും സ്വന്തമായി ലൈസൻസ് എടുക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള സപ്പോർട്ടും എല്ലാം CTCRI ചെയ്യുന്നുണ്ട്. CTCRIയിലെ ഈ സംരംഭകത്വ വികസനത്തിനായി അതുപോലെ തന്നെ ഇൻക്യുബേഷൻ സപ്പോർട്ടും ചെയ്യുന്ന ഒരു പ്രമുഖമായിട്ടുള്ളൊരു ഡിവിഷനാണ് ഈ ടെക്നോ ഇൻക്യുബേഷൻ സെൻറ്റർ. ഇവിടെ നമ്മൾ ഈ വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള പൊതു അറിവ് നൽകുന്നതോടൊപ്പം തന്നെ ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കുന്നു. അതായത് കിഴങ്ങുവർഗ്ഗങ്ങളിൽ നിന്ന് ധാരാളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പല മെഷീനറീസ് ഉണ്ട്, നമുക്ക് പല ഇതുണ്ട്. സ്നാക്ക് ഫുഡ് ഉണ്ടാക്കുന്ന മെഷീനുണ്ട്, അതുപോലെ തന്നെ സ്ലൈസേഴ്സ്, അതായത് ഡിഫറെൻറ്റ് ഷേപ്പിൽ അരിഞ്ഞെടുക്കാവുന്ന രീതിയിലുള്ള സ്ലൈസേഴ്സ് ഉണ്ട്. പിന്നെ പാസ്ത മേക്കിംഗ് മെഷീൻ ഉണ്ട്, അതുപോലെ നൂഡിൽസ് മേക്കിംഗ് മെഷീൻ ഉണ്ട്, എക്സ്ട്രൂഡർ പ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ടുള്ള മെഷീൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുക്കീസ്, അതായത് ചെറിയ രീതിയിലൊക്കെ കുക്കീസ്, ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കാൻ കുക്കീസ്, അതുപോലെ കേക്ക്സ്, കപ്പ് കേക്ക്സ്, അതുപോലെ റസ്ക്, ബ്രെഡ് തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള മെഷീനറീസും നമുക്ക് ഇവിടെ ഉണ്ട്. അതെല്ലാം അവർക്ക് ഇവിടെ വന്ന് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു ഫീസ് ഇവിടെ നൽകിയിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് ഏതാണ് ഉൽപ്പന്നങ്ങൾ അവർ താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള നമ്മൾ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് നമുക്ക് ഇവിടെ കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റി ഉപയോഗിക്കുന്ന ആൾക്കാർ അതിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ റോ മെറ്റീരിയൽസും, അതായത് നമ്മൾ ഇപ്പോൾ കപ്പ അല്ലെങ്കിൽ കിഴങ്ങുവിളകൾ മാത്രമായിട്ടുള്ള ഉൽപ്പന്നങ്ങളായിരിക്കില്ല, അതിൻ്റെ കൂടെ ചിലപ്പോൾ അരിപ്പൊടി ചേർക്കേണ്ടി വരും, മൈദ ചേർക്കേണ്ടി വരും, അതുപോലെ തന്നെ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ചേർക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള മെഷീനറി സപ്പോർട്ടും അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ടും നമ്മൾ അവർക്ക് കൊടുക്കുന്നതായിരിക്കും.
അപ്പോൾ മെഷീനറി സപ്പോർട്ട് ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു യൂസർ ഫീ എന്ന് പറഞ്ഞാൽ ഇത് വളരെ നോമിനലായിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ ചാർജും അതുപോലെ തന്നെ ടെക്നിക്കൽ സൂപ്പർവിഷൻ എത്ര വേണം എന്നുള്ളത് വളരെ നോമിനലായിട്ടുള്ള ചാർജാണ് നമ്മൾ പെർ അവർ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നത്. അത് ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലോർ മില്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മണിക്കൂറിൽ 18 രൂപയാണ് നമ്മളൊരു മണിക്കൂറിൽ ചാർജ് ചെയ്യുന്നത്. അതായത് പുറത്ത് നമ്മൾ 2-3 കിലോ പൊടിപ്പിക്കുന്നതിന് കൊടുക്കുന്ന ചാർജ് വെച്ചിട്ട് ഇവിടെ നമുക്ക് ഒരു 50 കിലോ വരെ പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതായത് ഈ ഫെസിലിറ്റി നമ്മൾ വളരെ നോമിനൽ റേറ്റിൽ ആൾക്കാർക്ക്, അതായത് എൻ്റർപ്രണേഴ്സിന് അല്ലെങ്കിൽ സംരംഭകർക്ക് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റേറ്റാണ് നമ്മളിതിന് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പാസ്തയും അതുപോലെ തന്നെ നൂഡിൽസ് ഉണ്ടാക്കുന്നതായിട്ടുള്ള മെഷീനാണിത്. ഇതിലിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 60-65% മരച്ചീനി പൊടി അല്ലെങ്കിൽ കിഴങ്ങുകളുടെ പൊടി ഉപയോഗിക്കും. പിന്നെ മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്, അതായത് പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മളിതിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അത് പല ഷേപ്പിലും പല സൈസിലുള്ള പ്രോഡക്റ്റുകൾ നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. വൺസ് അവർക്ക് ടെക്നോളജി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളായിട്ട് CTCRA ആയിട്ട് MOU സൈൻ ചെയ്തതിന് ശേഷം അവർക്ക് ഇതിൻ്റെ ഫുൾ ഫ്ലെഡ്ജ് ട്രെയിനിങ് അവർക്ക് കൊടുക്കുന്നത്. 2-3 പേര് വന്നിട്ട് ഇവിടുത്തെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ട്രെയിനിങ് നടത്തി തീർച്ചയായിട്ടും അവർക്ക് സ്ഥാപനം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ടെക്നിക്കലായിട്ടും അതുപോലെ തന്നെ മാൻ പവർ ആയിട്ടുള്ള സൗകര്യങ്ങളും മെഷീനറി സെലക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. CTCRAയിലെ ക്രോപ്പ് യൂട്ടിലൈസേഷൻ സെക്ഷനിൽ പ്രധാനമായും കിഴങ്ങ് വിളകളുടെ സംസ്കരണവും അതിൽ നിന്നുള്ള വ്യാവസായിക ആവശ്യങ്ങൾക്കും ഭക്ഷ്യ ആവശ്യത്തിനുമുള്ള വിവിധതരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും സംബന്ധിച്ചുള്ള ഗവേഷണങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. കിഴങ്ങ് വിളകൾ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം സമൃദ്ധമായ വിളകളാണ്. പക്ഷേ മിക്ക കിഴങ്ങ് വിളകളിലും പ്രധാനമായും മധുരക്കിഴങ്ങിൽ അന്നജത്തിനു പുറമെ മറ്റനേകം പോഷക ഘടകങ്ങൾ, പ്രധാനമായും ധാരാളം ധാതു ലവണങ്ങൾ, വിവിധതരം വൈറ്റമിനുകൾ, ഭക്ഷ്യനാരുകൾ ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. പോഷക ഘടകങ്ങൾ നഷ്ടപ്പെടാതെ അവയെ മാക്സിമം നിലനിർത്തിക്കൊണ്ട് ഉള്ള ഭക്ഷ്യവിഭവങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിലാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത്. നമ്മളിവിടെ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഫങ്ഷണൽ ആയിട്ടുള്ള പാസ്തയാണ്. അതായത് ഫങ്ഷണൽ ഫുഡ് എന്ന കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. അതായത് പ്രോട്ടീൻ എൻറിച്ച് ചെയ്തിട്ടോ അതുപോലെ തന്നെ ഫൈബർ എൻറിച്ച് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള പാസ്തയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നൂഡിൽസ് എന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പല ടൈപ്പ് ഓഫ് സ്നാക്സ് ഉണ്ട്. നമ്മളിപ്പോൾ പക്കവട പോലുള്ള ഉൽപ്പന്നങ്ങളുണ്ട്, മിക്സ്ചർ, മധുരസേവ, കാരസേവ, അങ്ങനെയുള്ള ന്യൂട്രി ചിപ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ടുള്ളൊരു മെഷീനാണിത്, സ്നാക്ക് ഫുഡ് മെഷീൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഡൈ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പൊടിയെ നമ്മളൊരു ഡോ രൂപത്തിലാക്കി എടുക്കും. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെയുള്ള രൂപത്തിലാക്കി എടുത്തിട്ട് അത് ഈ മെഷീനിലേക്ക് കടത്തി വിട്ടിട്ട് നമ്മൾ ആ മെഷീൻ ഓൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ താഴെ കൂടെ ഓയിലിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരേ മെഷീനിൽ തന്നെ നമുക്ക് 5-6 പ്രോഡക്റ്റുകൾ നമുക്ക് കോമ്പിനേഷൻസ് മാറ്റി കൊടുത്തിട്ട് നമുക്ക് 5-6 പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നതാണ് നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള കവർ ഡിസൈൻ ചെയ്തിട്ട് പല രീതിയിൽ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ ഫോം ഫിൽ പാക്കേജിങ് മെഷീൻ ഉണ്ട്. അതായത് നമ്മുടെ ഉപഭോക്താവിൻ്റെ അല്ലെങ്കിൽ സംരംഭകൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള മെഷീനറീസ് നമുക്ക് ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ മരച്ചീനിയെക്കുറിച്ചൊക്കെ നമ്മൾ അതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ചിപ്സാണ്. അതായത് നമ്മൾ ഇന്നത്തെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 90% ചിപ്സിൽ ഒതുങ്ങി നിൽക്കുകയാണ്. പക്ഷേ ആ ചിപ്സിനെ നമ്മൾ എങ്ങനെ വിവിധ ആകൃതിയിലും അതുപോലെ തന്നെ വിവിധ രുചികളിലും ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നോവൽ കാറ്റഗറിയിലേക്ക് നമുക്ക് പെടുത്താനായിട്ട് സാധിക്കും. അതിനായിട്ടുള്ള നമുക്ക് ഇപ്പോൾ വളരെ ചുരുങ്ങിയ സാമ്പത്തികമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഹാൻഡ് സ്ലൈസേഴ്സ് അവൈലബിൾ ആണ്. അത് നമുക്ക് ലേസ് പോലെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് പ്ലെയിൻ ആയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. റിബൺ പോലെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഫിംഗർ ചിപ്സ് പോലെ തിന്നായിട്ടുള്ള കൊള്ളി പോലെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 5000 രൂപ 6000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 4-5 ഷേപ്പിലുള്ള ചിപ്സ് അരിയാനായിട്ടുള്ള ഹാൻഡ് സ്ലൈസേഴ്സ് അവൈലബിൾ. താല്പര്യമുള്ള എൻ്റർപ്രണേഴ്സിന് ഇവിടെ വന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് ചെറിയ രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അതിൻ്റെ മാർക്കറ്റ് വയബിലിറ്റി സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് വൺസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇതിന് സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സ്വന്തമായിട്ടൊരു യൂണിറ്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
മരച്ചീനിയുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കിഴങ്ങ് മാത്രമല്ല, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ സ്റ്റെം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നടാനാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്കത് ഏകദേശം അടുത്ത പ്രാവശ്യം നടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-20% സ്റ്റെമ്മ് മാത്രം മതി. അപ്പോൾ ബാക്കി കിട്ടുന്ന സ്റ്റെമ്മിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് പാർട്ടിക്കിൾ ബോർഡ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ മരച്ചീനി നമ്മൾ പൊടിച്ചെടുത്തിട്ട്, മരച്ചീനിയുടെ സ്റ്റെമ്മ് പൊടിച്ചെടുത്തിട്ട്, തണ്ട് പൊടിച്ചെടുത്തിട്ട് അതിൽ കൂടെ റെസിൻസ് കൂട്ടി ചേർത്തിട്ട്, അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് മറ്റ് നാരുകൾ, ഇപ്പോൾ കോക്കനട്ടിൻ്റെ ആയാലും ബനാനയുടെ ആയാലും നാരുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളൊരു 50-50 അല്ലെങ്കിൽ ഒരു 25-75 എന്നുള്ള രീതിയിലൊക്കെ മറ്റേത് കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ പാർട്ടിക്കിൾ ബോർഡ്, അതായത് നമ്മളിന്നും മാർക്കറ്റ് വുഡ് ബേസ്ഡ് പാർട്ടിക്കിൾ ബോർഡിൻ്റെ അതേ ക്വാളിറ്റിയിലുള്ള, അതായത് ഇപ്പോൾ സ്ട്രെങ്ത് വൈസ് ആയാലും അതുപോലെ തന്നെ ഫങ്ഷണൽ പ്രോപ്പർട്ടീസ് ആയാലും അതേ ക്വാളിറ്റിയിലുള്ള പാർട്ടിക്കിൾ ബോർഡുകൾ നമുക്ക് ഇൻഡോർ പർപ്പസിനായിട്ട് ഉപയോഗിക്കാനായിട്ട്, മെയിൻലി ഇൻഡോർ പർപ്പസിനായിരിക്കും ഇത് കൂടുതലായിട്ടും അഭികാമ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഔട്ട്ഡോർ പർപ്പസിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് കിഴങ്ങുവർഗ്ഗ വിളകളെക്കുറിച്ചുള്ള ഉൽപ്പാദനം, വ്യാപനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി CTCRI വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നൂതന കൃഷി സങ്കേതങ്ങളും CTCRI വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കിഴങ്ങ് വിളകളുടെ ഏരിയ നമ്മൾ കഴിഞ്ഞ 60 വർഷമായി നോക്കിക്കഴിഞ്ഞാൽ അധികം കൂടിയിട്ടില്ല എന്ന് മാത്രമല്ല പലതിലും കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ വളരെ ആശങ്കയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അടുത്ത 5 വർഷത്തേക്കായിട്ട് CTCRI വളരെ വിശദമായ ഒരു റോഡ് മാപ്പ് തയ്യാറാക്കി കിഴങ്ങ് വിളകളുടെ വിസ്തൃതി കൂട്ടുന്നതിനും അതോടൊപ്പം കിഴങ്ങ് ഇനങ്ങൾ ഒരു 5-10 വർഷം കഴിയുമ്പോൾ കർഷകർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനങ്ങൾ രോഗങ്ങൾക്കും കീടങ്ങൾക്കും ഒക്കെ കൂടുതൽ ആക്രമണത്തിന് വിധേയമാകും. നമ്മൾ പുതിയ ഇനങ്ങൾ കർഷകരിലേക്ക് എത്തിക്കണം. അതാണ് സീഡ് റീപ്ലേസ്മെൻറ്റ് റേറ്റ് എന്ന് പറയും. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്കായിട്ട് CTCRI വളരെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഓരോ കാർഷിക കാലാവസ്ഥാ മേഖലയ്ക്കും കാർഷിക കാലാവസ്ഥാ യൂണിറ്റിനും അധിഷ്ഠിതമായ കൃഷി സാങ്കേതിക വിദ്യകൾ CTCRI വികസിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനം കേരളം എടുത്താൽ തന്നെ കേരളത്തിന് 5 കാർഷിക കാലാവസ്ഥാ യൂണിറ്റുകൾ മേഖലകളുണ്ട്. അഗ്രോ ക്ലൈമാറ്റിക് സോൺ എന്ന് പറയും. അതിനെ വീണ്ടും തരംതിരിച്ച് 23 കാർഷിക കാലാവസ്ഥ യൂണിറ്റുകളുമുണ്ട്. ഈ ഓരോ മേഖലയിലും മണ്ണ്, കാലാവസ്ഥ എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അതിനനുയോജ്യമായ നടീൽ വസ്തു വേണം, അതിനനുയോജ്യമായ ഇനങ്ങൾ വേണം, അതിനനുയോജ്യമായ വളപ്രയോഗ രീതികൾ വേണം, അതിനനുയോജ്യമായ ജല സംരക്ഷണ മാർഗ്ഗങ്ങൾ വേണം. ഇതെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആകമാനം തന്നെ പ്രധാനപ്പെട്ട കിഴങ്ങു വിളകളുടെ മേഖലയിലെല്ലാം ഞങ്ങൾ ഈ ഒരു ശാസ്ത്രീയ കൃഷി രീതികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു 25 മുതൽ 30% അധിക വിളവും ഗുണമേന്മയുള്ള കിഴങ്ങുകളും മൂലക നഷ്ടവും അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അതായത് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഓരോ വിളയ്ക്കും ആവശ്യാനുസരണം ഓരോ വിളയ്ക്കും തിട്ടപ്പെടുത്തിയ വിളവിന് ഉള്ള കസ്റ്റമൈസ്ഡ് വളങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള സ്ഥാനാധിഷ്ഠിത വളപ്രയോഗം വഴി നമ്മൾ തയ്യാറാക്കിയെടുത്ത കസ്റ്റമൈസ്ഡ് വളങ്ങൾ. അടുത്ത കാലത്തായി മൈക്രോ ഫുഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഇലകളിലും പത്രപോഷണത്തിനായി തളിക്കാവുന്ന ദ്രാവക രൂപത്തിലുള്ള ലായനി വിവിധതരം കിഴങ്ങുവിളകളിൽ ലഭ്യമാണ്. Division of Crop Improvement is an important division of ICAR CTCRI, which is working in the broad objective of basic, strategic and applied research on genetic resources management and its characterization, evaluation, conservation and utilization of tropical tuber crops through conventional and non-conventional practices. Maintaining the national active germplasm sites for tropical tuber crops in India. So in our national active germplasm sites, we are maintaining a total number of germplasm 5,234 germplasms in 15 different tropical tuber crops, which is our mandate tuber crops. And apart from that, we are also maintaining in vitro active germplasm in our plant tissue culture. We are maintaining 110 different genotype of tropical tuber crops. പ്രധാനമായിട്ട് കിഴങ്ങ് വിളകൾ കൃഷി ചെയ്യുന്നത്
ചെറുകിട കർഷകരാണ്, ചെറുകിട നാമമാത്ര കർഷകരാണ്. നമ്മുടെ രാജ്യത്ത് പൊതുവേ എടുത്താൽ മാക്സിമവും ചെറുകിട നാമമാത്ര കർഷകരാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗമാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ജീവിത സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് CTCRI ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് ആദിവാസി മേഖലകളിൽ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആഹാരം എന്ന് പറയുന്ന കിഴങ്ങ് വിളകളാണ്. അപ്പോൾ അവർക്ക് പ്രധാനമായിട്ട് നേരിടുന്ന പല പോഷക പ്രശ്നങ്ങളുണ്ട്. അതിന് പരിഹാരമായി ബയോഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് CTCRI അടുത്ത കാലത്തായിട്ട് ഓറഞ്ച് നിറമുള്ള സ്വീറ്റ് പൊട്ടറ്റോ, പർപ്പിൾ നിറമുള്ള സ്വീറ്റ് പൊട്ടറ്റോ തുടങ്ങി ധാരാളം പോഷക സമ്പുഷ്ടമായ കിഴങ്ങ് ഇനങ്ങളും കൂടി ഞങ്ങൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ മേഖലകളിലെല്ലാം ധാരാളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. റെയിൻബോ ഡയറ്റ് ക്യാമ്പയിൻ എന്നാണ് ആ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പേര് രാജ്യത്താകമാനം. റെയിൻബോ ഡയറ്റ്, മഴവില്ല് ആഹാരം, പല നിറത്തിലുള്ള കിഴങ്ങ് വിളകൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മൾക്ക് ഒന്നിൽ നിന്ന് വൈറ്റമിൻ എ, മറ്റൊരു പർപ്പിൾ നിറമുള്ളതിൽ നിന്ന് ആൻഥോസയാനിൻ, ഈ തരത്തിലുള്ള വിവിധ പോഷക ഗുണങ്ങൾ, പോഷക ലഭ്യത കുറവുള്ള മേഖലകളിൽ വളരെ കുറഞ്ഞ ചിലവ് കുറഞ്ഞ വില കുറഞ്ഞ അല്ലെങ്കിൽ ആഹാരത്തിലൂടെ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി റെയിൻബോ ഡയറ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയും ചെയ്യുന്നുണ്ട്. CTCRI പോലുള്ള ദേശീയ സ്ഥാപനങ്ങൾ നടത്തിവരുന്ന ഗവേഷണങ്ങളും പഠനങ്ങളും തന്നെയാണ് നമ്മുടെ കാർഷിക മേഖലയുടെയും ഒപ്പം രാഷ്ട്ര വികസനത്തിൻ്റെയും അടിസ്ഥാനം. പല പദ്ധതികളും ജനങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുമ്പോഴാണ് അവ പൂർണ്ണതയിലെത്തുന്നത്. CTCRI നടപ്പിലാക്കി വരുന്ന കൂടുതൽ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ജനക്ഷേമത്തിൻ്റെ അടുത്ത അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.